കോതമംഗലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് UDF വിജയാരവം സംഘടിപ്പിച്ചു. വിജയത്തിനായി പ്രവർത്തിച്ച നേതാക്കളെയും പ്രവർത്തകരെയും ആദരിക്കുന്നതായിരുന്നു ചടങ്ങ്. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം നിയോജകമണ്ഡലത്തിൽ 10 വർഷത്തിനു ശേഷം UDF മികച്ച വിജയം കൈവരിച്ചിരുന്നു. ഇതിനായി പ്രവർത്തിച്ച നേതാക്കളെയും പ്രവർത്തകരെയും ആദരിക്കുന്നതിനായാണ് വിജയാരവം എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത്. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ചരിത്ര വിജയമാണ് കോതമംഗലത്ത് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. കോതമംഗലത്തെ ജനങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. നമുക്ക് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ സാധിച്ചു. കോതമംഗലം അങ്ങനെ UDFന് വിജയിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ UDFൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു നിയോജകമണ്ഡലമൊന്നും ആയിരുന്നില്ല. നമ്മളുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടും പോരായ്മകൾ കൊണ്ടുമൊക്കെ ഈ മണ്ഡലം 2 വട്ടം കൈവിട്ടു പോയി എന്ന് വേണം നമ്മൾക്ക് പറയാൻ. അവരുടെ മിടുക്ക് കൊണ്ടുപോയി എന്ന് ഞാൻ പറയില്ല. നമ്മുടെ പോരായ്മകൾ കൊണ്ടാണ് നമുക്ക് കോതമംഗലം 2 വട്ടം കൈവിട്ടു പോയത്. ആ യാഥാർത്ഥ്യം കോതമംഗലത്തെ UDFൻ്റെ പ്രവർത്തകർ തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് നമുക്ക് ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, വൃത്തിയായി പണിയെടുത്താൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കോതമംഗലത്തെ ഈ വിജയം എന്ന് നമ്മളാരും മറക്കണ്ട. UDF നിയോജകമണ്ഡലം ചെയർമാൻ ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, ഡീൻ കുര്യാക്കോസ് MP, ഷിബു തെക്കുംപുറം MLA, അഹമ്മദ്, KP ബാബു, AG ജോർജ്, ബോബൻ ജേക്കബ്, MS എൽദോസ്, ബാബു ഏലിയാസ്, EM മൈക്കിൾ, ഇബ്രാഹിം കവലയിൽ, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, AT പൗലോസ്, PK മൊയ്തു, PM സക്കറിയ, ഭാനുമതി രാജു, ജെസ്സി സാജു, PIM ബഷീർ, ജോമി തെക്കേക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.